പൊട്ടറ്റോ ഫ്രൈ ആണ്. കുറെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ പൊട്ടറ്റോ അരിഞ്ഞു വെച്ചായിരുന്നു. നമുക്ക് നമ്മുടെ ക്യാമറ അൻവികയുടെ ക്യാമറ കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കിത് അരിഞ്ഞെടുക്കാം. ചെറുങ്ങനെ അരിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ ഈ തടിപ്പ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ വേവിനടുത്ത് പ്രശ്നം വരും. പിന്നെ നമ്മുടെ ഫ്രണ്ടായ അൻവികക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ താഴെ കൊടുക്കുന്ന കിഴങ്ങൊക്കെ നമ്മൾ വെക്കാൻ പാടില്ല. അത് കാരണം നമ്മൾ വയറ്റിൽ ജംസ് പോയി. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ അൻവികയെ നമ്മൾ പുറത്തോട്ട് പോയി ഇത് ചാടാനാക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ഇത് നല്ലോണം കഴുകണം. കഴുകിയില്ലെങ്കിൽ ഇതിലെ ജംസ് നമ്മുടെ വയറ്റിൽ ബാധിക്കും. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് കഴിക്കാം. നമ്മളെ ക്യാമറ നമുക്ക് അൻവികയുടെ കൈമ കൊടുക്കാം. അപ്പോൾ ഗൈസ് അധികം വെള്ളം ഇത് താഴെ പോകും. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ വെള്ളം കളയേണ്ടത്. ഇതേപോലെ 1-2 പ്രാവശ്യം ആക്കണം. നല്ല നമ്മുടെ പൊട്ടറ്റോ ഫ്രൈയിൽ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ മസാലയാണ്. മസാല നമ്മൾ ആദ്യം എപ്പോഴും എടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് എടുക്കുക. പിന്നെ ഗൈസ് നമ്മുടെ ഫ്രണ്ടായ അൻവികക്ക് എന്തോ പറയാനുണ്ട്. അപ്പോൾ നമ്മള് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് എടുക്കാം. ഇപ്പോൾ ഗൈസ് മുളകൊന്നും അൻവികേനെ കൊണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ എടുക്കണ്ട. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാമറ നമുക്ക് അൻവികയുടെ ക്യാമറ തന്നെ കൊടുക്കാം. അപ്പോൾ ഗൈസ് മുളകിൻ്റെ അളവ് ഇത്ര പോരാ. മുളകിൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ ഇതും കുറയും. അപ്പോൾ ഗൈസ് അവൾ ഇട്ടുകൊണ്ട് നമ്മൾ മതി എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. മഞ്ഞൾ നമ്മൾ പൊടിപ്പിച്ചതാണ്, മേടിച്ചതൊന്നുമല്ല. പൊടിപ്പിക്കുന്ന മഞ്ഞളാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഗൈസ് ഇതാണ്. ഗൈസ് ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളിത് കരിഞ്ഞു പോകും. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ താഴെ വീണ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇത് ഇത്രയും കരിഞ്ഞു പോയത്. ഇത്ര പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പേന് മാറ്റാം. അപ്പോൾ ഗൈസ് നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഗൈസ് നമുക്ക് നേരെ എടുക്കുക. നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നമുക്കൊരു പ്ലേറ്റ് എടുക്കാൻ പറയാം അൻവികയോട്. അൻവിക ഒരു പ്ലേറ്റ് എടുക്കൂ. ഗൈസ് നമുക്ക് അൻവികയുടെ ക്യാമറ അതവിടെ വെക്കും. അൻവികയുടെ ക്യാമറ കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇതിൽ വെള്ളം പോകണമല്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് ഇതായി പോകും. കുറച്ച് എണ്ണയായി പോയിട്ടുണ്ട്. നമുക്കൊരിക്കലും ഇങ്ങനെ വെക്കാൻ പാടില്ല. ഗായ്സ് നമുക്കിതെല്ലാം നമ്മുടെ കുടുംബക്കാർക്കെല്ലാം കൊടുത്തിൻ്റെ. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇതാണ്. അൻവികയോട് എന്നെ കാണിക്കാൻ പറയാം. അൻവിക ഇത് നോക്കൂ. അപ്പോൾ ഗായ്സ് നമുക്ക് അൻവികയ്ക്ക് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് അറിയാം. അൻവിക ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ ഗായ്സ് ഞാനതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ നോക്കുവാണ്. സൂപ്പർ ഗൈസ്, ഞാനതുകൊണ്ട് പറയില്ല, നല്ല രസമുണ്ട്. ഗൈസ് നമ്മൾ എണ്ണ ആയിട്ടുണ്ട്. ഗൈസ് നമ്മൾ ടിഷ്യൂ വെച്ച് തുടച്ചാൽ മതി. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് നേരെ വരാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. ഈ വീഡിയോക്ക് നിങ്ങളൊരു 20K ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അടുത്തതായി ജോളോ ചിപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് മീ ആഗ്നേ, അൻവിക VK.